ഹായ് എവരിവൺ. അപ്പോൾ വീഡിയോ ടാസ്കിന്റെ എക്സാം ആണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാൻ തന്ന വീഡിയോ ടാസ്കിന്റെ എക്സാം ആണ് ഇന്ന് നടക്കുന്നത്. 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാക്കുക. ഓക്കെ, 15 ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കും, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതിയതിനു ശേഷം മാത്രം ബാക്കി തുടർന്ന് കാണാം. ലാസ്റ്റ് ആയിരിക്കും ആൻസേഴ്സ് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാജാജി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണെന്നാണ്. രാജാജി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഖവാൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഖവാൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒറാങ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഒറാങ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ, രന്തംബോർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? രന്തംബോർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലെൻടങ് ബേർഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ലെൻടങ് ബേർഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണെന്നാണ് അഞ്ചാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യം, ചിത്രാംകൊടി ബേർഡ് സാഞ്ചുറി. ചിത്രാംകൊടി ബേർഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണെന്നാണ് ആറാമത്തെ ചോദ്യം. ഏഴാമത്തെ ചോദ്യം നോക്കാം. സ്വാമി വിവേകാനന്ദ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ഏഴാമത്തെ ചോദ്യം. സ്വാമി വിവേകാനന്ദ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? എട്ടാമത്തെ ചോദ്യം, ചൗധരി ചരൺ സിംഗ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? എട്ടാമത്തെ ചോദ്യം, ചൗധരി ചരൺ സിംഗ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് എട്ടാമത്തെ ചോദ്യം. ഒമ്പതാമത്തെ ചോദ്യം, ഡബോളിം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ഒമ്പതാമത്തെ ചോദ്യം. ഡബോളിം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ഒമ്പതാമത്തെ ചോദ്യം. പത്താമത്തെ ചോദ്യം, ബോക്സൈറ്റിന്റെ ഉൽപാദനത്തിൽ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം. ബോക്സൈറ്റിന്റെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് പത്താമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യം, മൈക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? മൈക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് 11ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യം, വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ, NH52 എവിടെ തൊട്ട് എവിടെ വരെയാണെന്നാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. NH52 NH52 എവിടെ തൊട്ട് എവിടെ വരെയാണെന്നാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, NH48 NH48 എവിടെ തൊട്ട് എവിടെ വരെ ആണെന്നാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. NH48 എവിടെ തൊട്ട് എവിടെ വരെ? 15ാമത്തെ ക്വസ്റ്റ്യൻ, ജോളി ഗ്രാൻഡ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. ജോളി ഗ്രാൻഡ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ എഴുതിയതിനു ശേഷം മാത്രം തുടർന്ന് കാണാം. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകാം. രാജാജി ടൈഗർ റിസർവ് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജാജി ടൈഗർ റിസർവ് ഉത്തരാഖണ്ഡ്. രണ്ടാമത്തെ ചോദ്യം, കവാൽ ടൈഗർ റിസർവ് എവിടെയാണെന്നാണ് തെലങ്കാനയിലാണ്. കവാൽ ടൈഗർ റിസർവ് തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഒറാങ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഒറാങ് ടൈഗർ റിസർവ് ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒറാങ് ടൈഗർ റിസർവ് ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. രന്തംബോർ ടൈഗർ റിസർവ് എവിടെയാണെന്നാണ് നാലാമത്തെ ചോദ്യം. രാജസ്ഥാനാണ് ഉത്തരം. രന്തംബോർ ടൈഗർ റിസർവ് രാജസ്ഥാൻ. ലെൻടങ് ബേർഡ് സാഞ്ചുറി, ലെൻടങ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് അഞ്ചാമത്തെ ചോദ്യം. മിസോറാമിലാണ്. ഓക്കെ, മിസോറാമിലാണ് ലെൻടങ് ബേർഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത്. ചിത്രാംകൊടി ബേർഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ആറാമത്തെ ചോദ്യം. തമിഴ്നാട്ടിലാണ് ചിത്രാംകൊടി ബേർഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത്. ഏഴാമത്തെ ചോദ്യം, സ്വാമി വിവേകാനന്ദ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? റായ്പൂർ. റായ്പൂരിലാണ് സ്വാമി വിവേകാനന്ദ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. എട്ടാമത്തെ ചോദ്യം, ചൗധരി ചരൺ സിംഗ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. അത് ലക്നൌവിലാണ്. ഓക്കെ, ചൗധരി ചരൺ സിംഗ് എയർപോർട്ട് ലക്നൌവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ഡബോളിം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. ഡബോളിം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഗോവയിലാണ് ഡബോളിം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പത്താമത്തെ ചോദ്യം, ബോക്സൈറ്റിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ചോദിച്ചത്. ഒഡീസയാണ് ആൻസർ. ബോക്സൈറ്റിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീസ. മൈക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. ആന്ധ്രാപ്രദേശ് ആണ് ആൻസർ. മൈക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം
രാജസ്ഥാനാണ് ആൻസർ. ഓക്കെ, വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ, NH52 നീണ്ടു കിടക്കുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണെന്നാണ്? പഞ്ചാബ് തൊട്ട് കർണാടക വരെയാണ് NH52 നീണ്ടു കിടക്കുന്നത്. പഞ്ചാബ് ടു കർണാടക. NH48 എവിടെ തൊട്ട് എവിടെ വരെയാണെന്നാണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ, ഡൽഹി ടു ചെന്നൈ ആണ് NH48. ഓക്കെ, NH48 ഡൽഹി ടു ചെന്നൈ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ജോളി ഗ്രാൻഡ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജോളി ഗ്രാൻഡ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ജോളി ഗ്രാൻഡ് എയർപോർട്ട് ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ 15 ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതി എന്ന് വിചാരിക്കുന്നു. എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നു എന്നാണ് കരുതുന്നത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യ ഫാക്ട്സിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസ് ഞാൻ പഠിക്കാൻ വേണ്ടി തന്നിട്ടുള്ള ആ വീഡിയോസ് വീണ്ടും വീണ്ടും കണ്ട് പഠിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ തറോ ആക്കി വെക്കുക. കാരണം ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ 10ാം ക്ലാസ്സിലെ SCRT ബുക്ക് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് വീക്ക്ലി ടാസ്കിലെ ക്വസ്റ്റ്യൻസും തരാനുണ്ട്, അതും ഞാൻ നൽകുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.